വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺലൈൻ ക്ലാസ്. പ്ലസ് ടുവിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓപ്ഷനുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണിത്. നിങ്ങളുടെ പ്ലസ് ടു സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കോറിലേഷൻ അനാലിസിസ്. എവിടെയെങ്കിലും ഈ ചാപ്റ്റർ കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ലേ? എക്കണോമിക്സിലെ +1 എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ കോറിലേഷൻ എന്ന ചാപ്റ്റർ കേട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ എന്താണോ പഠിച്ചത് അതേ കാര്യം തന്നെയാണ് ഇവിടെയും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഇക്വേഷനിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും നമുക്കിവിടെ കാണാനില്ല. വളരെ ഈസി ചാപ്റ്ററാണ്, അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻറ്റുമാണ്. നമുക്ക് കോറിലേഷൻ എന്ന ചാപ്റ്ററിലേക്ക് വരാം. വാട്ട് ഈസ് കോറിലേഷൻ? റിലേഷൻ മീൻസ് ബന്ധം. കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു സഹബന്ധം എന്നർത്ഥം. അവർ തമ്മിൽ എന്തോ ഒരു ബന്ധം, ആ രണ്ട് സാധനങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധം. ചിലപ്പോൾ അത് നല്ലതാവാം, ചിലപ്പോൾ അത് മോശമാവാം, ചിലപ്പോൾ ഒരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് കോറിലേഷൻ എന്ന ചാപ്റ്ററിലേക്ക് കിടക്കാം. കോറിലേഷൻ എന്താണ്? കോറിലേഷൻ ഈസ് ദ സ്റ്റഡി ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള പഠനമാണെന്ത്, അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതാണെന്ത്? കോറിലേഷൻ. കോറിലേഷൻ ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു വാരിയബിൾസ്. അത് ചിലപ്പോൾ 2 നമ്പേഴ്സ് ആവാം, അല്ലേ? എന്തോ ആവാം. ഫോർ ഹൈറ്റ് ആൻഡ് ബ്രില്യൻസ്, ഒരാളുടെ ഹൈറ്റും അയാളുടെ ബ്രില്യൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഹൈറ്റ് ആൻഡ് ബ്രില്യൻറ്റ്. ഒരാളുടെ ഹൈറ്റും അയാളുടെ ബ്രില്യൻസും തമ്മിൽ ഒരു റിലേഷനും ഇല്ല. ഹൈറ്റ് കൂടുതലുള്ളത് കൊണ്ട് ബ്രില്യൻ്റ് ആവണമെന്നില്ല, ഹൈറ്റ് കുറഞ്ഞത് കൊണ്ട് ബ്രില്യൻ്റ് ആവണമെന്നില്ല, ഹൈറ്റ് മീഡിയം സൈസ് ആയതുകൊണ്ടും ബ്രില്യൻ്റ് ആവണമെന്നില്ല. സോ ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ ദ ഹൈറ്റ് ആൻഡ് ബ്രില്യൻറ്റ്. സോ ദർ ഈസ് നോ റിലേഷൻ, അല്ലേ? ദാറ്റ് ഈസ് സീറോ റിലേഷൻ, ദാറ്റ് ഈസ് സീറോ കോറിലേഷൻ. അതിനെ നമ്മൾ സീറോ കോറിലേഷൻ എന്ന് പറയാം. രണ്ട് വേരിയബിൾസ് നമ്മൾ എടുത്തു, ദാറ്റ് ഈസ് ഹൈറ്റ് ആൻഡ് ബ്രില്യൻസ്, അല്ലേ? പക്ഷെ അവിടെ ഒരു ബന്ധം നമുക്ക് അവർ തമ്മിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് സീറോ കോറിലേഷൻ എന്ന് പറയും. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ദ ഫസ്റ്റ് ഈസ് മീനിങ് ഓഫ് കോറിലേഷൻ. കോറിലേഷൻ refers to the relationship between two variables in a bivariate distribution. ഒരു ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷനിലെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ഡിമാൻഡ്. ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയും ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും തമ്മിലുള്ള ബന്ധം കോറിലേഷനാണ്. എങ്ങനെയാണ് പറയാം? ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 50 റുപ്പീസാണ്. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് 10 വിറ്റു. പിന്നീട് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 20 റുപ്പീസായി. അപ്പം പ്രൈസ് കുറഞ്ഞു, അല്ലേ? അപ്പോൾ ഡിമാൻഡ് 100 പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി. അപ്പം പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റും ഡിമാൻഡും തമ്മിൽ എന്തുണ്ട്? ഒരു റിലേഷൻ ഉണ്ട്, അവിടെ ഒരു കോറിലേഷൻ ഉണ്ട്. മറ്റൊരു എക്സാമ്പിൾ, പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് സപ്ലൈ. പ്രോഡക്റ്റിൻ്റെ പ്രൈസും ആ പ്രോഡക്റ്റിൻ്റെ വിതരണവും. സപ്ലൈ മീൻസ് അതിങ്ങനെ വിറ്റഴിക്കുക. ദെൻ വേജ് ആൻഡ് പ്രൈസ് ഇൻഡെക്സ്, കൂലിയും വില സൂചികയും. ഹൈറ്റ് ആൻഡ് വെയ്റ്റ്, ഹൈറ്റും വെയ്റ്റും, ഒരാളുടെ ഹൈറ്റും വെയ്റ്റും. ഇതൊക്കെ ഇങ്ങനെയുള്ള രണ്ട് വേരിയബിൾസിനെ കുറിച്ചിട്ട് പഠിക്കുന്ന, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ് എന്ത്? കോറിലേഷൻ. ഇൻ ഈച്ച് കേസ് വി ക്യാൻ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ദ ഡിഗ്രി ഓർ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ടു വേരിയബിൾസ് ഫ്ലക്ച്വേറ്റ് ആൻഡ് റിലേറ്റ് ടു ഈച്ച് അതർ. മുകളിൽ പറഞ്ഞ 4 കാര്യങ്ങൾ, ഈ 4 എക്സാമ്പിൾസ് നമുക്ക് കോറിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ യാതൊരു ബന്ധമില്ലേ എന്നൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? കോറിലേഷൻ.
നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു സ്കാറ്റർ ഡയഗ്രാം അല്ലേ. സ്കാറ്റർ ഡയഗ്രാം ഇങ്ങനെ ഒരു എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ട് ഇങ്ങനെ കുത്തുകുത്തിടുന്ന അതിനാണ് സ്കാറ്റർ ഡയഗ്രാം പറയുക. അതിനൊരു എക്സാമ്പിൾ നോക്കേ. കേസ് 1, കൺസിഡർ എ സർട്ടൺ ബ്രാൻഡ് ഓഫ് ടെലിവിഷൻ. ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഓഫ് ടെലിവിഷൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവട്ടെ, സാംസങ് ആയിക്കോട്ടെ. ദ എമൗണ്ട് യൂട്ടിലൈസ്ഡ് ഫോർ ഇറ്റ്സ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് ക്വാണ്ടിറ്റി സോൾഡ് എന്ന് പറഞ്ഞാൽ ആ ടി വി വിൽക്കാൻ വേണ്ടി ഉപയോഗിച്ച പരസ്യത്തിൻ്റെ എമൗണ്ടും വിറ്റഴിക്കപ്പെട്ട ടി വിയുടെ എണ്ണവും തന്നിട്ടുണ്ട്. 2 കോളമായിട്ട് എക്സും വൈയും. എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്നത് എമൗണ്ട് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ്, ഇൻ 1000 ആണ്, 1000ലാണ്. അപ്പോൾ 25 എന്ന് പറഞ്ഞാൽ അത് 25,000 ആണ്. ക്വാണ്ടിറ്റി സോൾഡ് എന്ന് പറഞ്ഞാൽ വിറ്റഴിക്കപ്പെട്ട ടെലിവിഷൻ്റെ എണ്ണം. അപ്പം 25,000 അഡ്വർടൈസ്മെൻറ്റ് മുടക്കിയപ്പോൾ കമ്പനി 100 ടെലിവിഷൻ വിറ്റു. 50,000 മുടക്കിയപ്പം 220 വിറ്റു. 70,000 അഡ്വർടൈസ്മെൻറ്റ് യൂസ് ചെയ്തപ്പോൾ എത്രയായി? 200 വിറ്റു. 80,000 യൂസ് ചെയ്തപ്പോൾ 340 വിറ്റു. അങ്ങനെ ഉപയോഗിച്ച എമൗണ്ട്, അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്ത എമൗണ്ടും ക്വാണ്ടിറ്റി വിറ്റതും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു വിവരം നമ്മൾ എടുത്ത് ഒരു സ്കാറ്റർ ഡയഗ്രാം നമ്മൾ വരച്ചിരിക്കുകയാണ്. ഇതിന് സ്കാറ്റർ പ്ലോട്ട് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഇതിനെ കുത്തിടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സും വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എമൗണ്ട് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് എമൗണ്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വൈ ആക്സിസിൽ ക്വാണ്ടിറ്റി സോൾഡും. അപ്പോൾ 25 രൂപയ്ക്ക് നമ്മൾ 100 എണ്ണമല്ലേ വിറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് 25ൻ്റെ നേരെ 100. അതായത് എക്സ് ആക്സിസിൽ 25ഉം വൈ ആക്സിൽ 100. അപ്പോൾ അവിടെ ഒരു കുത്തിട്ട് അങ്ങനെ എല്ലാ എമൗണ്ടിൻ്റെയും നമ്മളവിടെ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു നീല ഡോട്ട്. ഇതിനാണ് സ്കാറ്റർ ഡയഗ്രം എന്ന് പറയാം. ഈ ഒരു ഡയഗ്രത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഡയഗ്രാം 0ൻ്റെ അടുത്തേക്ക് വെച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ആ ഡോട്ട് ഇങ്ങനെ താഴേന്ന് വന്നിട്ട് ഡോട്ട് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി പോവുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഡയഗ്രത്തിൻ്റെ ഒരു ഇത് കാണുന്നത്. രണ്ടാമത്തെ കേസ് നോക്കാം. കൺസിഡർ ദ കേസ് ഓഫ് CFL ലാമ്പ്. CFL ലാമ്പിൻ്റെ ഒരു കേസ് എടുക്കാം. പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സോൾഡ് ഇൻ ഡിഫറെൻറ്റ് മന്ത്സ് ആർ ഗിവൺ ബിലോ. ഈ CFL ലാമ്പിൻ്റെ വിലയും വിറ്റഴിക്കപ്പെട്ട CFLൻ്റെ എണ്ണവും തന്നിട്ടുണ്ട്. പ്രൈസ് എക്സിൽ പ്രൈസാണ്, വൈയിൽ ക്വാണ്ടിറ്റി സോൾഡും. 50 രൂപ CFLന് വിലയുണ്ടായപ്പോൾ 275 എണ്ണം വിറ്റു. 100 രൂപ വിലയുണ്ടായപ്പോൾ 234 എണ്ണം വിറ്റു. 150 ആയപ്പോൾ 160 എണ്ണം വിറ്റു. 200 രൂപ വിലയായപ്പോൾ 140 വിറ്റു. ഈ ഒരു ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വില വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കുറയാണ്. എന്ന് പറഞ്ഞാൽ വില കൂടുമ്പോൾ വിറ്റഴിക്കപ്പെടുന്ന CFL ലാമ്പിൻ്റെ എണ്ണം കുറയാണ്. ആ ഒരു വിവരങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്ത് വരച്ചു? ഒരു സ്കാറ്റർ പ്ലോട്ട് വരച്ചു. എക്സ് ആക്സിൽ പ്രൈസും വൈ ആക്സിൽ ക്വാണ്ടിറ്റി സോൾഡും. അപ്പോൾ നമുക്ക് 50 രൂപയ്ക്ക് 50 രൂപ ഉണ്ടാകുമ്പോൾ 275 അതാണ് ആദ്യം പ്ലോട്ട് ചെയ്തത്. പിന്നെ അങ്ങോട്ട് വരുന്നതിനനുസരിച്ച് ഈ ഡോട്ട് ഇങ്ങനെ താഴേക്കാണ് പോണത്. ശ്രദ്ധിച്ചോ? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. കേസ് 3, ദ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ ആൻഡ് മാർക്സ് ഇൻ ഇംഗ്ലീഷ് ഔട്ട് ഓഫ് 50 ഓഫ് 10 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ. അതായത് ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾ എടുത്തിട്ടുണ്ട്. ആ 10 കുട്ടികളുടെ ഹൈറ്റും പിന്നെ അവർക്ക് ഇംഗ്ലീഷിൽ കിട്ടിയ മാർക്കും, 50ൽ ഇംഗ്ലീഷിൽ കിട്ടിയ മാർക്കുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് 150 ഉള്ള കുട്ടിക്ക് 38 മാർക്ക് കിട്ടി, 165 ഉള്ള കുട്ടിക്ക് 40 കിട്ടി, 155 സെൻറ്റിമീറ്റർ ഉയരമുള്ള കുട്ടിക്ക് 35 കിട്ടി. അങ്ങനെ 167 സെൻറ്റിമീറ്ററുള്ള കുട്ടിക്ക് 34 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു സ്കാറ്റർ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിൽ നമ്മൾ വരച്ചത് അടയാളപ്പെടുത്തിയത് ഹൈറ്റും, വൈ ആക്സിൽ ഇംഗ്ലീഷിലെ മാർക്കുമാണ്. അപ്പോൾ അവിടെ നോക്കുക, ആ ഡോട്ട്സ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണല്ലേ, അതിനൊരു എന്തില്ല, ഒരു ഓർഡർ ഇല്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ കുത്തുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരു ഭാഗത്തു നിന്ന് മുകളിലേക്ക് പോയതല്ല, മുകളിൽ നിന്ന് താഴേക്ക് വന്നൊന്നുമല്ല. ഈ 3 സ്കാറ്റർ പ്ലോട്ടും അനലൈസ് ചെയ്യാം. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വി ക്യാൻ സീ ദാറ്റ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇൻക്രീസസ് ടുഗദർ ഇൻ കേസ് 1. ഒന്നാമത്തെ ചിത്രത്തിൽ, അതായത് ഒന്നാമത്തെ ചിത്രം ഇതാണ് ഒന്നാമത്തെ ചിത്രം 1.1. ഈ ഒന്നാമത്തെ ചിത്രത്തിൽ എക്സിൻ്റെ വാല്യൂവും എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ എമൗണ്ടും ക്വാണ്ടിറ്റി സോൾഡും അത് ഒന്നിൽ നിന്ന് അടുത്തേക്ക് പോകുന്തോറും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്.
ആ ടേബിൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതേസമയം രണ്ടാമത്തെ പിക്ചറിൽ വാല്യൂ ഓഫ് y ഡിക്രീസസ് ആസ് ദ വാല്യൂ ഓഫ് x ഇൻക്രീസസ്. രണ്ടാമത്തെ പിക്ചർ ഏതായിരുന്നു? നമ്മുടെ CFLൻ്റെ. അവിടെ വൈയുടെ വാല്യൂ കുറയാണ്, എക്സിൻ്റെ വാല്യൂ കൂടും. എന്ന് പറഞ്ഞാൽ CFLൻ്റെ വില കൂടുന്നതനുസരിച്ചിട്ട് വിൽക്കുന്ന CFLൻ്റെ എണ്ണം കുറയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഒരു റിലേഷനും കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല. എക്സും വൈയും തമ്മിൽ യാതൊരു റിലേഷനും അവിടെ ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല. ഒറ്റ നോട്ടത്തിലല്ല, എങ്ങനെ നോക്കിയാലും നമുക്കവിടെ ഒരു റിലേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വേരിയബിൾസിനെ കുറിച്ചിട്ട് നമുക്ക് റിലേഷൻ കണ്ടെത്തുന്നതിനാണ് അതിനാണ് നമ്മൾ എന്ത് പറയുക, കോറിലേഷൻ എന്ന് പറയാം. അപ്പം ചില വേരിയബിൾസ് തമ്മിൽ എന്തുണ്ടാവും, സം റിലേഷൻ ഉണ്ടാവും, ചില വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവും. അങ്ങനെ രണ്ട് വേരിയബിൾസ് എടുത്തിട്ട് അവ തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുകയാണ് കോറിലേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ കോറിലേഷൻ എന്താ ചെയ്യുന്നത്? കോറിലേഷൻ ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്. ഡിഗ്രി മീൻസ് അതിൻ്റെ അളവ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അവ എത്രയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? കോറിലേഷൻ. Correlation is the study of the degree of relationship between two variables. The correlation expresses the relationship or interdependence of two variables upon each other. രണ്ട് വേരിയബിൾസ് തമ്മിൽ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോറിലേഷൻ അനാലിസിസ് ഈസ് എ സ്റ്റഡി ഓഫ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഇൻ എ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടാവും.